ഗവൺമെൻറ് ഐ.ടി.ഐ മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിനി, ഗവൺമെൻറ് ഐ.ടി.ഐ മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിൽ സെക്കൻഡ് സെമിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്തെ പ്രാക്ടിക്കൽ സെക്ഷൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രാക്ടീസ് വിത്ത് ഡാറ്റ ടൈപ്സ് വേരിയബിൾസ് എന്ന ഭാഗമാണ് ഇവിടെ പഠിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ്: create integer variables and perform addition, subtraction, multiplication and division on variables. Use and compare nature of single and double data types. Use byte data types. Use option explicit statement. VBA ഒരു പ്രോഗ്രാം ചെയ്യാൻ എന്താ ആദ്യം ചെയ്യുക? ഇൻസേർട്ടിൽ ആദ്യം VBA എടുക്കുക, ഇൻസേർട്ടിൽ മൊഡ്യൂൾ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് പ്രോഗ്രാമിന് ഒരു പേര് സബ് എന്ന് കൊടുത്തിട്ട് സബ് ഞാൻ ടെസ്റ്റ് 1 കൊടുത്തു. ടെസ്റ്റ് 1 പറഞ്ഞിട്ടൊരു പ്രോഗ്രാം എഴുതാണ് ടെസ്റ്റ് 1. അപ്പോൾ നോക്കി ആൻഡ് സബ് എന്നെല്ലാം തനിയെ വന്നു, നമ്മൾ എഴുതി കൊടുക്കുന്നതല്ല. VBAയുടെ എഡിറ്റർ കുറച്ചും കൂടി നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോൾ എല്ലാം എഴുതണ്ടേ, നോട്ട് പാഡിലല്ല ചെയ്തിരുന്നത്. VBAയിൽ അങ്ങനെയല്ല. സബ് എന്നുള്ളത് നോക്കിയ കളറൊക്കെ മാറിയിരിക്കുന്നതാണല്ലേ, സബ് എൻഡ് സബ്. ഇനി നമുക്ക് ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. ഡിം എന്നുള്ളതാണ് വേരിയബിൾ ഡിക്ലറേഷൻ. ഡാറ്റ ടൈപ്സ് എല്ലാം തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അതൊന്നുകൂടെ നോക്കാം. ഡിം ആസ് ഇൻറ്റിജർ, ഇങ്ങനെ ഇട്ടപ്പോൾ തനിയെ വന്നത് കണ്ട ഇൻറ്റിജർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ഇപ്പം ഇൻറ്റിജർ എന്നുള്ളത് സെലക്ട് ആയി. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. നമ്മൾ ഇൻറ്റിജർ എന്നുള്ളത് കൊടുത്തതും തനിയെ ഇപ്പം ബ്ലൂ കളറിൽ വന്നിരിക്കുന്നുണ്ട്. ഇൻറ്റിജർ എന്നുള്ളത് കീവേഡാണ്. ഇൻറ്റിജർ ഡിം ആസ് ഇൻറ്റിജർ. എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിമാണ്. ടെസ്റ്റ് 1 എന്നുള്ളതും നമ്മൾ കൊടുക്കുന്ന പ്രൊസീജിയർ നമ്മൾ കൊടുത്ത പേരാണ്. അതിൻ്റെ കളറ് വേറെ ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഡിം എന്നുള്ളതിൻ്റെ ഞാൻ ഡി എന്നും സ്മോൾ ലെറ്ററിൽ ആണ് കൊടുത്തിരുന്നത്. ഇപ്പം തനിയുണ്ട് ഡി ക്യാപിറ്റലായി, ആസ് ഐ ക്യാപിറ്റലായി, ഇൻറ്റിജറിൻ്റെ ഐ ക്യാപിറ്റലായി. അത് തനിയെ എഡിറ്റർ മാറ്റം വരുത്തും. ഇനി നമ്മൾ എന്നുള്ള വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുക. ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം 3 എന്നുള്ള വാല്യൂ കൊടുത്തു. ഇനി അത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത്, കാരണം പ്രിൻറ്റ് ചെയ്യുന്ന ഡീബഗ് വിൻഡോയിലേക്ക് ഇമീഡിയറ്റ് വിൻഡോയിലേക്ക് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഡീബഗ് ഡോട്ട് പ്രിൻ്റ് എന്ന് കൊടുക്കാം. ഡീബഗ് ഡോട്ട് പ്രിൻ്റ് എന്ന് കൊടുത്തു, വേരിയബിൾ നെയിമിൻ്റെ പേര് കൊടുത്തു. ഇനി ഈ പ്രൊസീജിയർ ഇത് റൺ ചെയ്യുന്നതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ നേരെ റൺ ചെയ്യാം. ഈ F5 കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ റൺ ചെയ്യാനുള്ള ഈ ട്രയാങ്കിൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഇമീഡിയറ്റ് വിൻഡോയിൽ ഈ പ്രൊസീജിയറിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ടെസ്റ്റ് 1 അല്ലേ, ടെസ്റ്റ് 1 കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ 3 എന്ന് പ്രിൻറ്റ് ചെയ്തു വന്നു. എന്താ 3 എന്ന് പറയുന്ന ആ വേരിയബിൾ, എന്ന് പറയുന്ന വേരിയബിളിൽ 3 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് പ്രിൻറ്റ് ചെയ്തു വന്നു. അപ്പം ഈ എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഇൻറ്റിജർ വേരിയബിളാണ്. അപ്പം നമ്മളിതിലേക്ക് ഒരു പോയിന്റ് വാല്യൂ കൊടുത്തു എന്ന് വിചാരിക്കാം. 3.14 എന്ന് കൊടുത്തു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ടെസ്റ്റ് ഇവിടെ നിന്ന് റൺ ചെയ്യുക, അല്ലെങ്കിൽ ടെസ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് 3 എന്നുള്ള വാല്യൂ പോയിന്റ് ഭാഗം കിട്ടിയില്ല, കാരണം അതൊരു ഇൻറ്റിജർ വേരിയബിൾ ആണ്, അതിൽ പോയിന്റ് സ്റ്റോർ ചെയ്യണില്ല. ഇനി നമുക്ക് പോയിന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിന് പകരം സിംഗിൾ, ഡബിൾ എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. ആസ് സിംഗിൾ എന്ന് കൊടുക്കുക. കൺട്രോൾ സ്പേസ് പ്രസ് ചെയ്ത SI വെച്ചിട്ടുള്ള അത് വെച്ച് വരുന്ന വാക്കുകളൊക്കെ വരും. അപ്പോൾ നമുക്കതിൽ നിന്ന് സിംഗിൾ സെലക്ട് ചെയ്യുക. സിംഗിൾ IN ഉണ്ടായിരുന്നു, സോറി, സിംഗിൾ എന്ന് വന്നു. ടാബ് പ്രസ് ചെയ്യുക. അപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിംഗിൾ എന്നുള്ളത് ഡാറ്റ ടൈപ്പാണ്, അതായത് പോയിന്റ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ഡീബഗ് വിൻഡോയിലുള്ളത് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാട്ടെ, നേരത്തെ റിസൾട്ടുകൾ കൺഫ്യൂഷൻ വരണ്ട. എന്നിട്ട് ഇത് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ടെസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, റൺ ചെയ്യുക. അപ്പോൾ 3.14 എന്ന് വന്നു. ഇപ്പോൾ അതിലെ പോയിന്റ് വാല്യൂ വന്നു, കാരണം എന്താ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡാറ്റ ടൈപ്പാണ്. ഇതിൽ നമ്മൾ ഡബിൾ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പും കൂടി ഉണ്ട്. ഇപ്പോൾ 3.14 എന്ന് പറയുന്നത് പൈയുടെ വാല്യൂ ആണ്. 22/7 കൊടുത്താലും ഇതേ വാല്യൂ തന്നെയാണ് കിട്ടുക. നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കാം. 2 ഡിവൈഡ് ബൈ 22/7 ചെയ്തു. 3.14 സിംഗിൾ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഇത്രയും വാല്യൂ വരെ പൊസിഷൻ വന്നു. ഈ സിംഗിളിന് പകരം ഇവിടെ ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, പോയിന്റുള്ള വാല്യൂ കിട്ടാൻ തന്നെയാണ് ഡബിൾ കൊടുക്കുമ്പോൾ എന്താ വ്യത്യാസം നോക്കാം. ഡബിൾ കൊടുത്തിട്ട് പ്രിന്റ് ചെയ്യാണ്. അപ്പോൾ നോക്കി കൂടുതൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ
കൂടുതൽ പ്രിസിഷൻ കിട്ടുന്നുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഡബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ, സിംഗിള്, ഡബിൾ ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എല്ലാ ഓപ്പറേറ്റേഴ്സ്, ഈ ബൈ എന്ന് പറയുന്നത് ഒരു ഡിവിഷന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്ററാണ് അല്ലേ. അത് പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, അതെല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. എ ആസ് ഇൻറ്റിജർ എന്ന് കൊടുത്തു, dim ബി ആസ് ഇൻറ്റിജർ, 2 ഇൻറ്റിജർ വേരിയബിൾസ് കൊടുത്തു. ഈ 2 ഇൻറ്റിജർ വേരിയബിൾസ് ആഡ് ചെയ്യുക, പ്ലസ് ചെയ്യുക, മൈനസ് ചെയ്യുക, അതെല്ലാം ചെയ്ത് നോക്കാം നമുക്ക്. debug.printൽ a പ്ലസ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണാം. എയിലേക്കും ബിയിലേക്കും വാല്യൂസ് വെക്കണം. നമ്മൾ എ ഇസ് ഈക്വൽ ടു 6, ബി ഇസ് ഈക്വൽ ടു 2 ഇത് കൊടുത്തു. ഇനിയാണ് ആഡ് ചെയ്യാണ്, അല്ല റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ 8 എന്ന് വന്നു, 6 + 2 8 വന്നു ഡീബഗ് വിൻഡോയിൽ. കഴിഞ്ഞ് ഈ പ്ലസിന് പകരം മൈനസ് കൊടുക്കുന്നു, മൈനസ് കൊടുത്തു, റൺ ചെയ്യുന്നു, 4 വന്നു റിസൾട്ട്. ഇവിടെ നിങ്ങൾക്ക് സം ഈസ് ഡിഫറൻസ് ഈസ് എന്നൊക്കെ ഉള്ള മെസ്സേജും കൂടി വരുത്താം കേട്ടോ. ഇവിടെ അടുത്തത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പം പ്രൊഡക്റ്റ് എന്ന് പറയാം. അത് വന്നപ്പോൾ നമ്മളിവിടെ ഒരു മെസ്സേജ് ആയിട്ട് ഡീബഗ് വിൻഡോയിൽ ദി പ്രോഡക്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാം. രണ്ടും കൂടെ യോജിച്ച് വരാൻ വേണ്ടി ആൻഡ് എന്നുള്ള സൈൻ ഇടാം. ആൻഡ് ആംബസൻ. രണ്ട് നമ്പറിൻ്റെയും പ്രൊഡക്റ്റ് എത്രയാണ് റിസൾട്ട് വരും. ഡീബഗിൻ്റെ പ്രോഡക്റ്റ് ഈസ് 12, പ്രൊഡക്റ്റ് ഓഫ് 6 ആൻഡ് 2 ഈസ്. ഇനി പ്രൊഡക്റ്റ് ഓഫ് 6 and 2 എന്ന് പറഞ്ഞെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് എന്നൂടെ കൊടുത്തു. ഓഫ് ഇവിടെ എ എന്നുള്ള വേരിയബിൾ കൊടുക്കാം. ആൻഡ് എ ആംബർസാൻഡ് ആൻഡ് ബി. ഇത് കോഡ്സിൽ കൊടുക്കുക ആൻഡ് എന്നുള്ളത്. ആംബർസാൻഡ് ബി, എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് ഈസ് എന്നും കൂടെ വരണമെങ്കിൽ ആൻഡ് കോഡ്സിൽ ഈസ് റിസൾട്ട് ഇങ്ങനെ കൊടുക്കാം. പ്രൊഡക്റ്റ് ഓഫ് എയുടെ വാല്യൂ വന്നു ആൻഡ് ബിയുടെ റൺ ചെയ്യാം. പിന്നെ പ്രൊഡക്റ്റ് ഓഫ് 6 and 2 ഈസ് 12 എന്ന് വന്നു. ഇനി ഡിവിഷൻ ചെയ്യാം. ബൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നേരത്തെ ചെയ്തതല്ലേ നമ്മൾ 22/7 ബൈ ചെയ്യാം. അപ്പം ഇനി പവർ കണ്ടുപിടിക്കാൻ ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ക്യാരറ്റ് സിമ്പിൾ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് സിക്സ് റേസ് ടു 2 കാണണം. 6 × 6 6 റേസ് ടു 2 കിട്ടണമെങ്കിൽ എ റേസ് ടു എന്നുള്ളതിന് ക്യാരറ്റ് സിമ്പിൾ കൊടുക്കാം. ബി എ റേസ് ടു ബി ഇവിടെ 6 റേസ് ടു 2 6 × 6 എത്രയാണ് 36 എന്നുള്ള റിസൾട്ട് വരും. ഡീബഗ് വിൻഡോയിലുള്ളത് ഡിലീറ്റ് ചെയ്യേണ്ടത് റൺ ചെയ്യാം. 36 എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാരറ്റ് എന്നുള്ള സിമ്പിളാണിത് പവർ കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ ഒരെണ്ണം നെഗേഷൻ്റെ മൈനസ്, അതായത് എയിലേക്ക് ബിയുടെ വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ. ബി എന്ന് പറയുന്നത് എയുടെ നെഗറ്റീവ് ഓഫ് എ
എയിലിപ്പോൾ 6 ആണുള്ളത്. അപ്പോൾ ബിയിൽ എന്ത് വരും? -6 എന്ന് പറയണം. അപ്പോൾ ബി പ്രിന്റ് ചെയ്ത് എന്ത് വരും? -6 മൈനസ് ബി -6. ഇനി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് റിമൈൻഡർ കിട്ടാനുള്ള ഓപ്പറേറ്റർ. അപ്പം 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ എത്രയായിരിക്കും വരാം? 0 ആയിരിക്കും വരാം. 6നെ അതായത് എ മോഡ് 2 മോഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ റിമൈൻഡർ എടുക്കാനുള്ളതാണ്. പേയിനെ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2ന് പകരം ബി കൊടുക്കുന്ന ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ നമുക്ക് 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ 0 എന്നുള്ളത് പ്രിന്റ് ചെയ്ത് വരും. 6ന് പകരം ഇവിടെ 7 ആണ് കൊടുക്കുന്നത്. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റിമൈൻഡർ 1 ഉണ്ടായിരിക്കും. 1 പ്രിന്റ് ചെയ്ത് വന്നു. ഇവിടെ 17നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ റിമൈൻഡർ 2 ആയിരിക്കും ഉണ്ടാവും. 2 3 ടൈംസ് 15 വരും. ബാക്കി 2 റിമൈൻഡർ വന്നു. റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള ഓപ്പറേറ്ററാണ്. റിമൈൻഡർ കണ്ടുപിടിക്കാൻ മോഡ് എന്നുള്ളത് ഒരു ഓപ്പറേറ്ററാണ്. ഇവിടെ വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാതെ ഡാറ്റ ടൈപ്പ് പറയാതെ യൂസ് ചെയ്യാം. ഇപ്പം ഡിം എ വെറുതെ ഡിം ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഡാറ്റ ടൈപ്പ് പറയാതെ യൂസ് ചെയ്യാം. ഇനി ഡാറ്റ ടൈപ്പ് ബൈറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അത് പറയാം. എ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ ഇൻറ്റിജർ ഡബിൾ എന്ന് പറയുന്ന പോലെ തന്നെ ബൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ എ ആസ് ബൈറ്റ് എന്ന് കൊടുത്തു. എ ആസ് ബൈറ്റ്. ഈ ബൈറ്റ് ഡാറ്റ ടൈപ്പിന് 1 ബൈറ്റ് ആണ് അതിൻ്റെ മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി കപ്പാസിറ്റി 1 ബൈറ്റ് ആണ്. 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 0 തുടങ്ങി 255 വരെയുള്ള നമ്പർ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം, പ്രിന്റ് ചെയ്യാം, കുഴപ്പമില്ല. അതിലും വലിയ നമ്പർ ആണെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ ബി എന്നുള്ള വേരിയബിള് വേണ്ട, എ എന്നുള്ള വേരിയബിളിൽ 17 എന്നുള്ള വാല്യൂ വെച്ചിട്ടുണ്ട്. അത് പ്രിന്റ് ചെയ്ത് നോക്കാം. 17 വന്നു. ഇതിൽ 255 വലിയൊരു നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ 370. ഇത് 255 വലുതാണ്. അപ്പോൾ ഒരു 1 ബൈറ്റിൽ അത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻറ്റിജറായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് റൺ ചെയ്യുമ്പോൾ എറർ എന്താ തന്നെ നോക്കാം. ഒരു എറർ വരും. ഉണ്ട്, ഓവർഫ്ലോ എററാണ്. നമുക്ക് ബൈറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിൽ 0 തുടങ്ങി 255 വരെയുള്ള നമ്പർ 1 ബൈറ്റ് അത്രയും മെമ്മറി ഉള്ളൂ, അത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലും വലിയൊരു നമ്പർ സ്റ്റോർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ബൈറ്റിൽ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എറർ വരും. അപ്പോൾ നമ്മളിവിടെ എന്ത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പായിട്ട് കൊടുത്താൽ മതി. ആസ് ഇൻറ്റിജർ. ഇൻറ്റിജറിന് 2 ബൈറ്റ് ഉണ്ട്. അത് റൺ ചെയ്യാം. ഇൻറ്റിജർ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാതെയും യൂസ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ വേരിയബിൾ എ എന്ന് പറയുന്ന വേരിയബിൾ ഡിം എ ആസ് ഇൻറ്റിജർ ഒന്നും കൊടുത്തിട്ടില്ല, വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അല്ലാതെ നമുക്ക് എ ഈക്വൽ ടു ഒരു വാല്യൂ കൊടുക്കാം, പ്രിന്റ് ചെയ്യാം. ഇനി ചെയ്യാം. പ്രിന്റ് ചെയ്ത് വന്നു. ഇവിടെ നമ്മൾ ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ട്. ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ്. ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ നിർബന്ധമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതിൽ ഇങ്ങനെ വെച്ച് നമ്മൾ ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് എന്ന് കൊടുത്തിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എറർ കാണിക്കും. ഒരു എറർ വന്നിരിക്കുന്നത് വേരിയബിൾ നോട്ട് ഡിഫൈൻഡ്. വേരിയബിൾ എന്താണ്, ഏത് ടൈപ്പാണ്, ഡാറ്റ ടൈപ്പ്, അതൊന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് ഉള്ള എറർ കാണിക്കും. അപ്പം ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് എന്താണ് മനസ്സിലായല്ലോ. വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടെന്ന് കാണിക്കുന്നതാണ്. ഈ ഭാഗത്ത് നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും വേരിയബിൾസിൻ്റെ ഡാറ്റ ടൈപ്സ്, കുറച്ച് ഡാറ്റ ടൈപ്സ് എല്ലാം നമ്മളിവിടെ പഠിച്ച്, കുറച്ച് ഓപ്പറേറ്റേഴ്സ് എല്ലാം ഈ ഭാഗത്ത് നിന്ന് പഠിച്ച് മനസ്സിലായെന്ന് കരുതുന്നു.